ഹായ്. അപ്പോൾ ഞാനും പാറക്കുട്ടിയും കൂടി ഇന്ന് പാറക്കുട്ടിയുടെ അംഗൻവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷന് പോകുകയാണ്. അപ്പോൾ നമുക്ക് അംഗൻവാടിയില്ല. അപ്പം നമുക്ക് പോയിട്ട് വരാന്ന് പറ. ടാറ്റാ. അപ്പോൾ ഇന്ന് പാറക്കുട്ടിയുടെ അംഗൻവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പം ഞങ്ങൾ പോകുകയാണ് രാവിലെ തന്നെ. സെലിബ്രേഷൻ അല്ല, ഐ ലവ് യൂന്ന്. അപ്പൊ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അമ്പലത്തിലേക്കാണ് പോയത്. ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ കുളിച്ച് റെഡിയൊക്കെ ആയി ഞങ്ങൾ ഒന്ന് അവിടെ പോയി. അവള് നന്നായി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ അടുത്ത്. കണ്ടില്ലേ? അപ്പൊ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അംഗൻവാടിക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അവള് ശരി എന്ന് പറഞ്ഞു. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച അവള് പോയി തൊഴുതിയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോ ഇതാ കണ്ടില്ലേ അമ്പലം, ഞങ്ങളുടെ കുഞ്ഞ് അമ്പലമാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ അംഗൻവാടിയിൽ വീഡിയോ സെലിബ്രേഷൻ കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ അംഗൻവാടിയിൽ കയറി ചെന്നതും കുറച്ച് ഡെക്കറേഷൻ പണിയുണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ ടീച്ചർമാർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചെറിയൊരു ഡെക്കറേഷൻ പണികളുണ്ടായിരുന്നു. ടീച്ചർ യേശു ക്രിസ്തു, അതേപോലെ യേശു കുഞ്ഞാടുകൾ അതെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ എടുക്കാൻ നിന്ന് ലോങ് ആവില്ലേ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ചെയ്തില്ല. പിന്നെ കുട്ടികളും എല്ലാവരും കൂടി ഇതാ കണ്ടില്ലേ, ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ സ്പെഷ്യലായിട്ട് ടീച്ചറിൻ്റെ കേക്കും അതേപോലെ തന്നെ വട്ടയപ്പവും ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. Jingle bells, jingle bells, ring them all the way. Clap your hands and dance around on this happy day. Hey! Snow is falling down, children laugh and play. Jump and spin and run and fast, singing all the way. അടുത്തത് നമ്മൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീച്ചറും കുട്ടികളും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. ഇതാ വട്ടയപ്പം ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് വന്നാണ് വട്ടയപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാ അപ്പോൾ എല്ലാ കുട്ടികളും കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു കുട്ടി എന്നല്ല, എല്ലാ കുട്ടികളും കേക്കിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കേക്കിൽ നോക്ക്. ഹാപ്പി ക്രിസ്മസ് പറയേ. കൈ പിടിക്ക്. ഹാപ്പി അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. അടുത്തത് കേക്ക് കഴിക്കലാണ്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും കഴിക്കാനിരുന്നു. അവർക്ക് തൊപ്പിയൊക്കെ ഇട്ട് അതേപോലെ റെഡ് കളർ ഷർട്ടായാലും ഉടുപ്പായാലും അതൊക്കെ ഇട്ട് അവരിനെ കാണാൻ നല്ല ഒരു ചന്തം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയും സുന്ദരികളും സുന്ദരന്മാരനായിരുന്നു. പിന്നെ അവർക്ക് ഒന്നാമത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അന്ന് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. സത്യം പറയാലോ, ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിലാലോചിച്ചു, നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അംഗൻവാടി, ഇതേപോലെയൊന്നും പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പം ഞാൻ നന്നായി മിസ് ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ ഒരു ഭാഗ്യം നോക്കിയേ. എന്തും അംഗൻവാടിയിൽ ബിരിയാണി അതേപോലെ എല്ലാം കൊണ്ടും അവർ ഭാഗ്യം
നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. നമ്മളെ പോലെയൊന്നും അല്ലല്ലോ. നമ്മുടെ കാലത്തിലൊക്കെ അംഗൻവാടിയിൽ എന്ത് ഉപ്മാവും കഞ്ഞിയും അതേപോലെ ചോളപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നന്നായി പുരോഗമിച്ചല്ലോ. പിന്നെ ഇനി അടുത്തത് ഇതാ, നമ്മുടെ ഈ കേക്ക് കഴിഞ്ഞിട്ട് അവൻ്റെ കുട്ടികളുടെ ഒരു ചെറിയൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡാൻസ് കാണാം.